എല്ലാ ക്വസ്റ്റ്യൻസും അറിയാമായിരുന്നോ? ആണോ? ആണോടെ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണോ ട്രിഗണോമെട്രിയിലോ? ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അത് ഇത് ഇന്ന് ആരൊക്കെയോ മെസ്സേജ് ചോദിച്ചിരുന്നു. ഒരു മിനിറ്റ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നത്? അത് ഇതിലെടുക്കാം അല്ലേ? ഇത് മതിയല്ലോ. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? എത്രാമത്തെ ക്വസ്റ്റ്യൻ? ഇതായിരുന്നു അല്ലേ? വിച്ച് ഓഫ് ദീസ് ഈസ് ഈക്വലൻ ടു 2 tan x? നമുക്ക് വെറുതെ ജസ്റ്റ് അതെനിക്ക് തോന്നുന്നു 2 tan x into sec squared x minus 1 the whole divided by cos cube x അല്ലേ? സോ sec squared x minus 1 എന്തോ? ഇത് എവിടേക്ക് പോകണമെന്ന് അറിയാതെ ചെയ്യാൻ പാടാണ്. sec squared x minus 1 is tan square x by cos cube x. അതായത് 2 tan cube x by cos cube x. സോറി, ഇതിൽ പിന്നെ ഫർദർ സിംപ്ലിഫിക്കേഷൻ ഞാനത് കണ്ടുപിടിക്കാം. ആ ക്വസ്റ്റ്യനെ എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ അപ്പുറത്തേക്ക് പിന്നെ അങ്ങനെ എഴുതിയാലും കോസ് ക്യൂബ് താഴെ വരുമ്പോൾ കോസ് റേസ് ടു 4x എന്നല്ലേ, അല്ലെ 6x അല്ലേ വരുള്ളൂ. മനസ്സിലായില്ലേ? ഇതിപ്പം നമ്മൾ പറഞ്ഞ പോലെ എഴുതിയ സൈൻ ക്യൂബ് എക്സ് ബൈ കോസ് ക്യൂബ് എക്സ് പിന്നെ ഇൻറ്റു 1 ബൈ കോസ് ക്യൂബ് എക്സ് അല്ലേ? അത് എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പിന്നെ നോക്കാം. 2 ഡിവൈഡഡ് ബൈ കോസ് റൈസ് ടു 6x എന്ന് വരും. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഇതിനകത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ലൈക്ക് കോസ് സ്ക്വയർഡ് എക്സ് ദ ഹോൾ റൈസ് ടു 3 അല്ലേ ഇത്? കോസ് സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എഴുതാം. പക്ഷെ എന്നാലും ഇത് വീണ്ടും ഫർദർ ഇത് സിംപ്ലിഫിക്കേഷനിലോട്ടല്ല പോവുക. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 2 tan ക്യൂബ് എക്സ് ഇൻറ്റു സീക്ക് ക്യൂബ് എക്സ് 1 ബൈ കോസ് ക്യൂബ്. എല്ലാം ന്യൂമറേറ്ററിലാവാം. നോക്കാം. ഏതായാലും ഇതിൽ എങ്ങനെ ഏതെങ്കിലും ആയിരിക്കും. ഒന്ന് ഈ സൈൻ ക്യൂബ് എക്സ് ബൈ കോസ് റൈസ് ടു 6xോ ടാൻ ക്യൂബ് എക്സ് ബൈ കോസ് ക്യൂബ് എക്സോ അല്ലെങ്കിൽ 2 ടാൻ ക്യൂബ് എക്സ് സി ക്യൂബ് എക്സോ ഏതെങ്കിലുമൊക്കെ വരുമായിരിക്കും. നമുക്ക് നോക്കാം ആ ക്വസ്റ്റ്യൻ. വേറെ ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോ? സർ 14th ക്വസ്റ്റ്യൻ. 14th ഓക്കെ. നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഈ എക്സാം തന്നെ ഇടുന്നത്. 14th ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 1 ബൈ സീക്ക് എക്സ് പ്ലസ് സീക്ക് എക്സ് അല്ലേ, ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർഡ് എക്സ് മൈനസ് 1 മൈനസ് ടാൻ സ്ക്വയർഡ് എക്സ്. നമ്മുടെ ആൻസർ വരാനുള്ളത് ഇത് ഈ കൊസീക്ക് എക്സ് ടാൻ എക്സ് എന്നോ സീക്ക് എക്സ് ടാൻ എക്സ് എന്നോ മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് എന്നോ സീക്ക് എക്സ് കോട്ടെക്സ് എന്നോ ആയിരിക്കണം കിട്ടാനുള്ളത്. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു ഇൻസൈറ്റ് പോലെ നമുക്ക് വരുന്നുണ്ട്. 1 ബൈ സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് കോസ് എക്സിന് തുല്യമായിരിക്കും. പിന്നെ ഈ നെഗറ്റീവ് സൈൻ നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ ഇത് 1 പ്ലസ് ടാൻ സ്ക്വയർഡ് എക്സ് വരും. അത് സി സ്ക്വയർഡ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കോസ് സ്ക്വയർഡ് എക്സ് മൈനസ് സി സ്ക്വയർഡ് എക്സും ഇവിടെ കോസ് എക്സ് പ്ലസ് സീക്ക് എക്സ്. അത് എന്തെങ്കിലും വർക്ക്ഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മളെ എത്തിക്കും എന്നുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് വരണം. ഇത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല ഓപ്ഷൻ അതായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ഈ 1 ബൈ സീക്ക് എക്സിന് പകരം എന്ത് കൊടുക്കാം? കോസ് എക്സ് അല്ലേ, പ്ലസ് സീക്ക് എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. അപ്പോൾ നമുക്ക് ഇതിനെ കോസ് സ്ക്വയർഡ് എക്സ് മൈനസ് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇത് കൂടെ
which is equal to cos x plus sec x the whole divided by cos square x minus, what is 1 plus tan square x? That is sec square x, which is equal to ഇത് a plus b divided by a square minus b square ഫോമാണ്. അപ്പോൾ അത് നമുക്ക് വർക്ക്ഫുൾ ആണ്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. cos x plus sec x divided by cos x plus sec x into cos x minus sec x, അല്ലേ? cos x minus sec x. So this cos x plus sec x got cancelled. So what remains here? 1 by, ഇത് cos ആണ്, cosec എന്ന് എഴുതി വെച്ചു ഞാൻ. cos x minus sec x. 1 by cos x minus sec x. പക്ഷെ പിന്നെയും നമ്മുടെ പ്രോബ്ലം സിംഗിൾ ടേമിലാണ് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കണ്ടോ, ഒറ്റ ടൈമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും ഫർദർ സിംപ്ലിഫിക്കേഷൻ നെസസറി ആയിട്ട് വരികയാണ്. നമുക്ക് നോക്കാം, നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1 by cos x minus sec x എങ്ങനെ എഴുതാടെ? 1 by ഈ sec xനെ അതിനെ പ്രൈമറി റേഷ്യോയിലോട്ട് മാറ്റി നോക്കാം, അല്ലേ? cos x minus 1 by cos x, അല്ലേ? which is equal to 1 by cos square x minus 1 the whole divided by cos x, ഇങ്ങനെ കിട്ടും. which is equal to cos x into 1 by cos square x minus 1. എന്താണ് ഈ 1 by cos square x minus 1? നമുക്ക് cos square x minus 1 കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് എന്തുണ്ടായിരുന്നെങ്കിൽ അതിനെ ഒരു സിംഗിൾ ടൈം ആക്കാമായിരുന്നു. അവിടെ cos square x minus 1 പകരം അവിടെ എന്തായിരുന്നു എങ്കിൽ നമുക്കൊരു സിംഗിൾ ടേമിൽ എത്താമായിരുന്നു. ഇതിപ്പോ cos square x minus 1 എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഐഡന്റിറ്റിയിൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമോ? അവിടെ എന്തുണ്ടായിരുന്നു എങ്കിൽ കിട്ടിയനെ. വെരി ഗുഡ്. 1 മൈനസ് cos square x ആയിരുന്നെങ്കിൽ ഉപയോഗപ്പെട്ടനെ. പക്ഷെ ഇവിടെ cos square x minus 1 ആണ്. സോ 1 മൈനസ് cos square ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? യു ടേക്ക് എ -1 ഔട്ട് സൈഡ്, അല്ലേ? അപ്പോൾ ഇൻറ്റു 1 by -1 ഇൻറ്റു 1 മൈനസ് cos square x എന്ന് കിട്ടും. ഇനി ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. cos x negative cos x into 1 by sin square x, because 1 minus cos square x is sin square x. So again it can be written as what? Minus cos x divided by sin x into 1 by sin x അല്ലേ? ബിക്കോസ് ഈ sin x into sin x അല്ലേ sin square x. അത് ഒരു sin x നെ ഇതിൻ്റെ ഡിനോമിനേറ്റർ ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിൻസ് വി നോ ദ ആൻസർ ഈസ് ഹാവിങ് വാട്ട്? ന്യൂമറേറ്റേഴ്സ് ഓൺലി. സോ ഇതിനെല്ലാം നമ്മൾ തിരിച്ച് ന്യൂമറേറ്റർ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ നോക്കൂ, ഇതിവിടെ ഇപ്പോൾ ഈ cos x ഡിവൈഡ്, ഇതല്ലെങ്കിൽ cos x into cosec square x എന്ന് എഴുതാമായിരുന്നു. പക്ഷെ cos x into cosec square x എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. പകരം tan x ഉം cot x ഉം ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ cos x by sin x നെ യൂസ് ചെയ്യേണ്ടി വരും. നമ്മളത് നോക്ക്. അപ്പോൾ എന്താ വരും? മൈനസ് cos x by sin x, അതെന്തായിരിക്കും? cot x ഇൻറ്റു 1 by sin x എന്താ? cosec x. ഇതിപ്പോൾ ഇത് തന്നെ പ്രൂവ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. അവർ ചിലപ്പോൾ ഇങ്ങനെയും ചോദിച്ചിരിക്കാം, cos x മൈനസ് cos x ഇൻറ്റു cosec square x, ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിലോ നമ്മൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എഴുതാമായിരുന്നു. 1 by sin square x can be written as what? cosec square x. അപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ഫോമിലേക്കാണോ വേണ്ടത് അതിലേക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൈനസ് cot x cosec x ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ ഓക്കെ അല്ലേ? മൈനസ് cosec x cot x, ഓപ്ഷൻ സി. ഇനി വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ ഇതിൽ? ഉണ്ടോ? പറ. ഉണ്ടോടെ? ഉണ്ടോടെ?
ഇത് ചെയ്തായിരുന്നോ? ഇത് എളുപ്പമല്ലേ? ഇത് എളുപ്പമാണോടെ? ഇത് ചെയ്ത് നോക്കിയായിരുന്നോ? ഇതെങ്ങനെ ചെയ്തേ? ഹലോ, സൈൻ തീറ്റയ്ക്ക് √2 കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ വാല്യൂ കൊടുക്കും. എന്നിട്ട് അത് ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. സൈൻ തീറ്റയ്ക്ക് √2 കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ ആ വാല്യൂ കൊടുത്തു അല്ലേ? ആ, ഓക്കെ, അങ്ങനെ ചെയ്തു അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് ടാൻ തീറ്റ അല്ലേ മോളെ വേണ്ടേ? ഈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു ഫീസിബിൾ അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട് ഇപ്പുറത്തെ RHS-ൽ. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് എന്ത് വരും? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ which is equal to √2 cos theta by cos theta. So the value of this is not changed. അല്ലേ? അപ്പോൾ നമുക്ക് ഈ കോസ് തീറ്റ ഗോട്ട് ക്യാൻസൽഡ്. അപ്പോൾ ഇവിടെ എന്ത് വരും? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ is equal to √2 or tan theta plus 1 is equal to √2. അപ്പോൾ ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ പറഞ്ഞത് കറക്റ്റ് മെത്തേഡാണ്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ സൈൻ തീറ്റ അങ്ങനെ മറ്റെന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ മെത്തേഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സിൻസ് ഇറ്റ് ഇസ് ടാൻ തീറ്റ, ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ടാൻ തീറ്റ എന്നുള്ളത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബാക്കി എല്ലായിടത്തും ഈ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആയി പോകും. അപ്പം ഇവിടെ നമുക്ക് വേണ്ട ടാൻ തീറ്റ ഈ ടൈമിൽ കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ളതെല്ലാം ന്യൂമറിക്കൽ വാല്യൂസ് വരികയും ചെയ്യുമ്പോൾ എക്സാക്ട്ലി യു ഗെറ്റ് എ വാല്യൂ. അല്ലേ? അല്ലേ? ശരിയല്ലേ? ഇനി അതല്ല, നമ്മൾ പറഞ്ഞ പോലെ അവള് പറഞ്ഞ ആക്ച്വലി നമ്മൾ അങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെയ്താലും ആൻസർ തന്നെ ഇത് തന്നെ കിട്ടും. അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഈ √2 കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ എടുത്തു. എന്നിട്ട് കോസ് തീറ്റ അങ്ങനെയല്ലേ എടുത്തേ? അല്ലേ? അല്ലേടേ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു √2 കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു √2 മൈനസ് 1 എടുത്തു. ദെൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? √2 മൈനസ് 1, ദാറ്റ് ഈസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു √2 മൈനസ് 1. ഇതും എളുപ്പം തന്നെയാണ്. ഇതും ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, രണ്ടും ഒരേ മെത്തേഡ് തന്നെയാണ്, വ്യത്യസ്ത രീതികളിൽ അപ്ലൈ ചെയ്യപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അല്ല ഇത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതും ചെയ്തായിരുന്നോ? സംശയമൊന്നുമില്ല ആർക്കും? ഓക്കെ, ഞാൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് മാറ്റിയിട്ടു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഒരു പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത്രേ ഞാൻ ഉദ്ദേശിച്ചു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കാം, പക്ഷേ എല്ലാം ഒന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ എന്നാൽ പല പ്രാവശ്യം CBSE ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എന്നാൽ അത് വരാവുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇത് ചെയ്തല്ലോ, ഇതും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ പ്രശ്നം ഇതിൽ? എല്ലാം ചെയ്യാൻ പറ്റി? ഗുഡ്. നിങ്ങളിവിടെ വരുമ്പോൾ ഞാൻ ഇതെല്ലാ ടെസ്റ്റുകളും വീണ്ടും എഴുതിക്കും. അപ്പം എനിക്ക് അറിയാൻ പറ്റും എത്ര പേര് സ്വന്തമായി ചെയ്തു എന്നാണ്. ഓക്കെ, അടുത്ത ട്രയാങ്കിൾസിൻ്റെ ടെസ്റ്റിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുണ്ടോ? സർ 25. 25 25. ഇതല്ലേ?
Okay. In the figure, triangle ABC is isosceles triangle, right angled at C. Therefore, റൈറ്റ് ആംഗിൾഡ് അറ്റ് സി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഐസോസലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഒഴിവാക്കിയിട്ടുള്ള രണ്ട് സൈഡേ ഈക്വൽ ആവാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് യു ഹാവ് ബി സി ഈക്വൽ ടു എ സി. ഇറ്റ് ഈസ് മാർക്ഡ് ആൾസോ. Therefore, what is AB square? AB square is equal to എന്താണ് ശരിക്കും? BC square plus AC square അല്ലേ? BC square plus AC square അല്ലേ? ആണോ? Yes, sir. ഇനി ബി സി എന്ന് പറയുന്നത് എ സിക്ക് തുല്യമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ സി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2AC സ്ക്വയർ. ഇനി ഇവിടെ 2BC സ്ക്വയറും വരാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് ദിസ് ഓപ്ഷൻ ആണ് ട്രൂ അല്ലേ? AB സ്ക്വയർ ഇസ് ഈക്വൽ ടു 2AC സ്ക്വയർ. കറക്റ്റ് ഇട്ടേക്കുന്ന ഓപ്ഷൻ ബി. പക്ഷേ ബി തെറ്റായിട്ട് ആണോ? അത് ഞാൻ ഇപ്പോൾ കറക്റ്റ് ചെയ്തോളാം. ഓക്കെ. ഓ അതുകൊണ്ടാണ് ഇത് ചോദിച്ചത് അല്ലേ? ഓക്കെ. 2AC സ്ക്വയർ. 20ാമത്തെ ക്വസ്റ്റ്യനോ? നോക്കട്ടെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. നോക്കിയേ, ഇവിടെ നമുക്ക് അവർ ചോദിച്ചിരിക്കുന്നത് AB സ്ക്വയർ പ്ലസ് CD സ്ക്വയർ ഈക്വൽ ടു ആണ്. നമുക്കിവിടെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുക എന്നുള്ളത് അപ്പം തന്നെ പറയണം. വി റിക്വയർ AB സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. സോ റൈറ്റ് വാട്ട് ഈസ് AB സ്ക്വയർ? AB സ്ക്വയർ ഉൾപ്പെടുന്നത് ഏത് ട്രയാങ്കിളിലാണ്? ട്രയാങ്കിൾ ABD. ഇതിൽ വാട്ട് ഈസ് AB സ്ക്വയർ? ദിസ് ഇസ് 90 ഡിഗ്രി. ടെൽ മീ വാട്ട് ഈസ് AB സ്ക്വയർ ഫ്രം ദാറ്റ്? AD square plus BD square. Yeah, AD square plus BD square. Then what is CD square? AC square minus AD square. It is actually taken from the triangle ADC. അപ്പോൾ അവിടെ AC എന്ന് അല്ല CD എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താണ്? ബേസാണ്. ബേസോ ആൾട്ടിറ്റ്യൂഡോ എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഹൈപ്പോട്ടന്യൂസ് അല്ല. അപ്പോൾ അതറിയാം. അതുകൊണ്ട് നമുക്കറിയാം ഇറ്റ് ഈസ് AC സ്ക്വയർ മൈനസ് എന്താണ്? AD square. So what is AB square plus CD square? Substitute these values here. AD square plus BD square plus AC square minus AD square. അപ്പോൾ അതിനകത്ത് AD square and sorry AD സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. ബട്ട് വാട്ട് റിമൈൻസ് ഹിയർ? ഇറ്റ് ഈസ് ഈക്വൽ ടു BD സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇതിനകത്ത്? BD സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. യെസ് സർ. വേറെ ഞാൻ അത് മാറ്റിയിട്ടായിരുന്നു? ഇല്ല സർ, ഇല്ല. വേറെ ക്വസ്റ്റ്യൻ? 16th ക്വസ്റ്റ്യൻ. 16ാമത്തെ. Yet triangle PQR is similar to another triangle ABC such that area of triangle PQR is equal to 4 into area of triangle ABC. Okay. Upon triangle ABC similar to triangle PQR. What area of triangle PQR is equal to 4 times area of triangle ABC. It is given. Then the ratio of their perimeter. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സിമിലർ ട്രയാങ്കിൾസിൽ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AB by PQ is equal to BC by QR is equal to AC by PR, which is equal to AB plus BC plus AC by
പി ക്യു പ്ലസ് ക്യു ആർ പ്ലസ് പി ആർ. അതായത് പെരിമീറ്റേഴ്സിൻ്റെ റേഷ്യോയ്ക്ക് തുല്യമായിരിക്കും ഏത്, അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്നുള്ളത്. കമ്പോണൻ്റ് ഡിവിഡൻ്റ് വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യണം. അത് ഈ പ്രാവശ്യം നിങ്ങളുടെ സിലബസിൽ നിന്ന് ആ പോർഷൻ 9th നിന്ന് എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ നമുക്കറിയാം എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ബൈ പി ക്യു പ്ലസ് ക്യു ആർ പ്ലസ് പി ആർ എന്ന് പറയുന്നത് നമ്മൾ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് കിട്ടും. എ ബി ഈസ് ഈക്വൽ ടു കെ പി ക്യു, ബി സി ഈസ് ഈക്വൽ ടു കെ ക്യു ആർ, എ സി ഈസ് ഈക്വൽ ടു കെ പി ആർ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് വി ഗെറ്റ് ദ സെയിം റേഷ്യോ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ട്രയാങ്കിൾസ് തമ്മിൽ ഉള്ള സൈഡ്സിൻ്റെ റേഷ്യോ ട്രൂ ആണെങ്കിൽ ദെൻ ദെയർ പെരിമീറ്റേഴ്സ് ആർ ആൾസോ ഇൻ ദ സെയിം റേഷ്യോ. ഓക്കെ, പറ്റില്ലേ? അല്ലേ, ഇപ്പം നമ്മൾ ഇത് പ്രൂവ് എങ്ങനെ പ്രൂവ് ചെയ്യാന്നാണ് പറയുന്നത്? ഇത് മനസ്സിലായോ എങ്ങനെ കിട്ടുക പ്രൂഫ്? ഇത് ഈക്വൽ ആണെന്ന് വെച്ചോ, ക്യു ഇസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഇസ് ഈക്വൽ ടു എ സി ബൈ പി ആർ നമുക്കറിയാം, ബിക്കോസ് ദി ട്രയാങ്കിൾസ് ആർ സിമിലർ. ലെറ്റ് ദിസ് റേഷ്യോ ബി ഈക്വൽ ടു കെ. അങ്ങനെ വിചാരിച്ചു, അങ്ങനെ ഒരു റേഷ്യോ ആണെന്ന് വിചാരിച്ചു, അങ്ങനെ വിചാരിക്കാമല്ലോ. ദെൻ വാട്ട് ഈസ് എ ബി ഫ്രം ദിസ്? വാട്ട് ഈസ് എ ബി? What is AB? Yeah, what is AB by PQ? That is also K. അല്ലേ? BC by QR എന്ത് തന്നെ ആയിരിക്കും? K തന്നെ ആയിരിക്കും. AC by PR ഓ? That is also equal to K. ശരിയല്ലേ? അതുകൊണ്ടാണല്ലോ ഈ മൂന്ന് റേഷ്യോ ഈക്വൽ ആവുന്നതും ഇത് സിമിലർ ആണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുക. സിമിലർ ആണെന്നുള്ള പ്രയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ വാട്ട് ഈസ് AB ഫ്രം ദിസ്? ഇറ്റ് ഈസ് K ടൈംസ് PQ. What is BC? K times QR. What is AC? എന്താണ് പറയടേ? AC K times PR. K times PR. So what you can say about this? What is AB plus BC plus AC? എന്തായിരിക്കും? K times PQ plus K times QR plus K times PR. ശരിയല്ലേ? So what is it? K into PQ plus QR plus PR. So what is AB plus BC plus AC the whole divided by PQ plus QR plus PR? എന്തായിരിക്കും? ഈക്വൽ ടു എത്ര വരും? ഈ ടേം ഞാൻ ഈക്വൽ ടു കെ. ഇതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? ഇപ്പോൾ ഈ സൈഡ്സ് ഏത് പ്രപ്പോർഷനിലാണോ ഉള്ളത് അതേ പ്രപ്പോർഷനിലായിരിക്കും എന്തോന്ന് ദ പെരിമീറ്റേഴ്സ് ഓഫ് ദ ട്രയാങ്കിൾ. അത് നിങ്ങൾക്ക് അങ്ങനെയും ചോദിക്കാം ഒരു പ്രൂഫായിട്ട്. സോ ദ പ്രൂഫ് ഓഫ് ദാറ്റ് ഈസ് ദിസ്. രണ്ട് ട്രയാങ്കിൾ, അതായത് ഇഫ് triangle ABC similar to triangle PQR, then find and AB by AB is equal to some 2 times PQ. ഇങ്ങനെ തന്നിട്ടുണ്ട്. AB is equal to 2 times PQ. Then find the ratio of their perimeters. ഇങ്ങനെ ചോദിച്ചു, പെരിമീറ്റേഴ്സ്. അപ്പോൾ ഈ പെരിമീറ്റേഴ്സിൻ്റെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം വാട്ട് ഈസ് ആക്ച്വലി ദ റേഷ്യോ ബിറ്റ്വീൻ ദ സൈഡ് സിൻസ് ദ ട്രയാങ്കിൾസ് ആർ സിമിലർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദ ട്രയാങ്കിൾസ് ആർ സിമിലർ വി നോ ദ റേഷ്യോ ബിറ്റ്വീൻ ദർ സൈഡ് എത്രയാണോ അത് തന്നെയായിരിക്കും എന്തോന്ന്, അത് തന്നെയായിരിക്കും എന്തോന്ന് പെരിമീറ്റർ അല്ലേ? അപ്പം എ ബി ബൈ പി ക്യു എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2/1 ആണെങ്കിൽ what is AB plus BC plus AC by PQ plus QR plus PR? അതും എത്ര തന്നെ ആയിരിക്കും? 2/1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര തന്നെ കിട്ടും? 2/1 അല്ലേ? അപ്പോൾ ഈ ഒരു റിലേഷൻ നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് വേണം ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ. ഇനി ആ പ്രോബ്ലത്തിലേക്ക് പോയി നോക്കൂ, എന്താ പറഞ്ഞിരിക്കുന്നത്? The ratio between their areas. These two are given as two similar triangles. അല്ലേ? അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇവിടെ സ്ഥലമില്ല.
ഓക്കെ, നെക്സ്റ്റ് പേജ് എടുക്കുക. ഇവിടെ നമുക്കിപ്പോൾ മനസ്സിലായി റേഷ്യോ ബിറ്റ്വീൻ ദ ഏരിയാസ് വെർ ഗിവൺ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, അത് എത്രയാ തന്നിട്ടുണ്ടല്ലോ? അത് എത്രയാ തന്നേക്കുന്നത്? എന്താണ് എത്രയാണ് ഇത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ, അല്ല, ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എത്രയാ? എത്രയാ? 4 എന്നോ അല്ലെങ്കിൽ 4/1 എന്ന് എഴുതാം, അല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇതാണ് റേഷ്യോ ബിറ്റ്വീൻ ദ ഏരിയാസ് ആൻഡ് ദ ഗിവൺ ട്രയാങ്കിൾസ് ആർ ഗിവൺ ആസ് വാട്ട് ദേ ആർ സിമിലർ ടു ഈച്ച് അതർ. Since they are similar to each other, by the theorem we know their corresponding sides are also in the same range. Not the squares of the corresponding sides are equal to this. അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു എ ബി ബൈ, സോറി തിരിഞ്ഞു പോയി, എപ്പോഴും എ ബി ആദ്യം എഴുതി വിച്ച് ഈസ് ഈക്വൽ ടു പി ക്യു ബൈ എ ബി ദ ഹോൾ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു QR by ABC the whole square, which is equal to PR by AC the whole square. അല്ലേ? ഇതാണ് സംഭവിക്കുന്നത്. ഇത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നത് എന്താ? ഇറ്റ് മേ ബി എയ്തർ പി ക്യു ബൈ എ ബി ഓർ ക്യു ആർ ബൈ ബി സി ഓർ പി ആർ ബൈ ബി സി എ സി, വിച്ച് എവർ ഇറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം ടു അസ് ബിക്കോസ് ദിസ് റേഷ്യോ ഈസ് സെയിം ഓൺലി. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഇറ്റ് ഈസ് ഈക്വൽ ടു പി ക്യു ബൈ എ ബി ദ ഹോൾ സ്ക്വയർ. വാട്ട് ഈസ് ദാറ്റ്? 4/1. So what is PQ by AB? Which is equal to 2/1. അപ്പോൾ റേഷ്യോ ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് സൈഡ്സ് കിട്ടിയിട്ടുണ്ട്. അവരെന്താ ചോദിച്ചിരിക്കുന്നത്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? സൈഡ്സ് ആണ്. പെരിമീറ്റർ. So what is the ratio between their perimeter? 2/1. Because we proved, na? പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ 2/1. 2:1. സോ ഇറ്റ് ഈസ് 2:1. ഓക്കെ, ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? പറഞ്ഞോളൂ. എല്ലാം ഫിഗർ വരച്ച് നോക്കണം കേട്ടോ, അത് അത്യാവശ്യമാണ്. എ ബി സി ആൻഡ് ബി ഡി ഇ ആർ ടു ട്രയാങ്കിൾ സച്ച് ദാറ്റ്. അപ്പോൾ എ ബി സി എന്ന് പറയുന്നതും ടു ട്രയാങ്കിൾ സച്ച് ദാറ്റ് ആ ടു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, സോ എ ബി സിയും എ ബി സി ആൻഡ് ബി ഡി ഇ. And D is the midpoint of BC. So BC യുടെ midpoint ആണ് BC. ഏത്? D. So okay, DE. So this is DE, BDE and N. What do you want to prove? The area of triangle ABC by triangle area of triangle BDE. നമുക്കറിയാം ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഒരു റേഷ്യോ ഉണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദെയർ റേഷ്യോ ഓഫ് ദെയർ സ്ക്വയർ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ്. എപ്പോ? വെൻ? At what time you can say that the ratio of their areas is equal to the ratio of their corresponding squares? Triangles? Similar. Yes. If the triangles are similar, that holds. അപ്പം ട്രയാങ്കിൾ സിമിലർ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ അത് ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെയുണ്ട്. എന്താണത്? ടു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സോ ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. വൺ ഈസ് എ ബി സി, അനദർ വൺ ഈസ് ഇ ഡി ബി ഓർ ഡി ഇ ബി ഇ. അത് രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ദേ ആർ സിമിലർ. സോ ദാറ്റ് മീൻസ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ ബി ഡി ഇ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ? To get the ratio between their areas, you require ratio between their corresponding sides.
അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ എ ബി ബൈ ബി ഡി കിട്ടണം അല്ലേ? എ ബി ബൈ ബി ഡിയോ എ ബി ബൈ ബി ഇയോ എ ബി ബൈ ഇ ഡിയോ ഏതെങ്കിലും കിട്ടിയാൽ മതി. എന്താ കാര്യം? വൈ ഡിഡ് ഐ സേ സോ? എ ബി ബൈ ബി ഡിയോ എ ബി ബൈ എ ബി ഇയോ എ ബി ബൈ ഇ ഡിയോ ഏതെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിമിലാരിറ്റി ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് ദ ട്രയാങ്കിൾ വെച്ചിട്ടാണ് പറയാൻ. പക്ഷേ ഞാൻ ആ കറസ്പോണ്ടിങ് പാർട്സ് അല്ല ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന മൂന്നും. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ സൈഡും ഈക്വൽ ആണ്. ആ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് മാത്രമല്ല ഇതും ഈക്വൽ ആണ്. അപ്പം നിങ്ങൾ എ ബി ബൈ ബി ഡി കണ്ടുപിടിച്ചാലും എ ബി ബൈ ബി കണ്ടുപിടിച്ചാലും എ ബി ബൈ ഇ ഡി കണ്ടുപിടിച്ചാലും ഒക്കെ സെയിം ആയിരിക്കും. അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ എ ബി ബൈ ബി ഡി വേണം. എത്രയായിരിക്കും എ ബി ബൈ ബി ഡി? ഈ ബി ഡിയുടെ പ്രത്യേകത എന്താ? വാട്ട് ഈസ് ഡി? മിഡ് പോയിന്റ് ഓഫ് ബി സി. അപ്പൊ ബി സിയുടെ ലെങ്തിന് തുല്യമാണല്ലോ എ ബിയുടെ ലെങ്ത്. അതും ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ അതിന്റെ പകുതി ആയിരിക്കുമല്ലോ ബി ഡി. കറക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആക്ച്വലി 2 times ബി ഡി ബൈ ബി ഡി എന്ന് എഴുതുന്നതിന് തുല്യമായിരിക്കും. കാരണം ബി ഡിയുടെ ലെങ്തിന്റെ ഡബിൾ ആയിരിക്കും ബി സി എന്ന് പറയുന്ന ലെങ്ത്. ദിസ് ലെങ്ത് ബി സി is equal to 2 times BD, or you can say that BC is same as AB because it is an equilateral triangle, so it is also equal to 2 times BD. So you get BD get cancelled by 2 by 1. So BD by AB by BD the ratio അറിയാം 2 by 1. Then what is the ratio of their corresponding areas? AB by BD the whole square, which is equal to 2 by 1 the whole square, which is equal to 4 by 1, which is equal to 4:1. So the answer is 4:1. Okay. ഇവിടെ ഞാൻ മനഃപൂർവ്വമാണ് ആ കറസ്പോണ്ടൻസ് തെറ്റിച്ച് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വെച്ച് എ ബി ബൈ ബി ഡി ഈ കറസ്പോണ്ടൻസും ട്രൂ ആണ്. ശരിക്കും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ ബി സിയും പിന്നെ ഇ ബി ഡിയും അങ്ങനെ എടുക്കണമെന്നൊക്കെ തോന്നും. പക്ഷെ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഇത് ട്രൂ ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചത്. കാരണം ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ആ പ്രോപ്പർട്ടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഇനി ഏതാ ക്വസ്റ്റ്യൻ? പറഞ്ഞോളൂ. ഉണ്ടോ? ഞാനതിലൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. എനിക്ക് ആ ക്വസ്റ്റ്യൻ ഞാൻ ഇടാൻ തന്നെ കാര്യം അതുകൊണ്ടായിരുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യും. ഇതൊരു ടൈപ്പ് ഓഫ് റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വിശാൽ ക്ലെയിംസ് ദാറ്റ് കോൺട്രുവന്റ് ഫിഗേഴ്സ് ആർ സിമിലർ ആസ് വെൽ. വിനായക് ക്ലെയിംസ് ദാറ്റ് സിമിലർ ഫിഗേഴ്സ് ആർ കോൺട്രുവന്റ് ആസ് വെൽ. ഹു ഇസ് കറക്റ്റ്? ഹീസ് ഓർ ആർ കറക്റ്റ്? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിയാം. എന്താണ്? കോൺട്രുവന്റ് ഫിഗേഴ്സ് ആർ സിമിലർ. അതിലൊരു തർക്കമല്ല. പക്ഷെ ഏത് നമുക്ക് പറയാൻ പറ്റും? എന്താണ്? അതെ, വിനായക് നാം പറയുന്നത് നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതായത് ഈ സ്റ്റേറ്റ്മെന്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി. ബിക്കോസ് വിനായക് പറയുന്നത് ശരിയാണോ എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ സിമിലർ ഫിഗേഴ്സും കോൺട്രുവന്റ് ആവണമെന്നില്ല. ബട്ട് ആൾ കോൺട്രുവന്റ് ഫിഗേഴ്സ് ആർ സിമിലർ. അതുപോലെ തന്നെ ഇത് all circles are similar, all squares are similar, all right angles are congruent, all equilateral triangles are congruent. ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം. all circles are similar ട്രൂ ആണ് അല്ലേ? all squares are similar, that is also true because we know all regular figures are congruent to their corresponding figure. അപ്പോൾ equilateral triangle congruent ആയിരിക്കും. സർക്കിളിന് കോൺട്രുവന്റ് ആയിരിക്കും. സ്ക്വയറിന് കോൺട്രുവന്റ് ആയിരിക്കും. റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ റെഗുലർ ഹെക്സഗൺ കോൺട്രുവന്റ് ആയിരിക്കും. അല്ല, കോൺട്രുവന്റ് അല്ല, സോറി, സിമിലർ ആയിരിക്കും. ബട്ട് വാട്ട് അബൌട്ട് ദ കോൺട്രുവൻസി? ഇസ് ഇറ്റ് ട്രൂ ഇൻ ദ കേസ് ഓഫ് കോൺട്രുവൻസി? ഓൾ സർക്കിൾസ് ആർ കോൺട്രുവന്റ് ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ട്രൂ ആണോ? ദാറ്റ് ഈസ് ആക്ച്വലി കോൺട്രുവൻസി ഡിപ്പെൻഡ്സ് ഓൺ ദെയർ സൈസ് ആൾസോ. അപ്പൊ സൈസിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല.
അപ്പോൾ ഓൾ റൈറ്റ് ട്രയാങ്കിൾസ് ആർ കോൺട്രുവൻ്റ് എന്ന് പറഞ്ഞ് ട്രൂ ആവണമെന്നില്ല. അതുപോലെ ഓൾ ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ആർ കോൺട്രുവൻ്റ് എന്ന് പറഞ്ഞാലും ട്രൂ ആവണമെന്നില്ല. ബിക്കോസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഡിറ്റർമിൻസ് വെദർ ദാറ്റ് ഈസ് കോൺട്രുവൻ്റ് ടു ദ അതർ ട്രയാങ്കിൾ. കറക്റ്റ്? അപ്പോൾ ഇവിടെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റിൽ 2 എണ്ണം ട്രൂ ആണ്. ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രം. ഞാൻ പറഞ്ഞത് എൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഇതിപ്പോൾ ഇതിൽ ചോദിച്ചു എന്നുള്ളതല്ല. പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമല്ല, എല്ലാ ചാപ്റ്ററിൽ നിന്നും അങ്ങനെയൊക്കെ വരാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് കൃത്യമായി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. കൺസിഡർ ദ ഫിഗർ ബിലോ. എന്താണ് ഈ ഫിഗർ? നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഇവിടെയും ചോദിച്ചിട്ടുണ്ട്, 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആംഗിൾ ബി ഈക്വൽ ടു 70 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽ ടു 70 ഡിഗ്രി. സ്റ്റേറ്റ്മെന്റ് 1 എലോൺ ഈസ് സഫിഷ്യൻറ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 എലോൺ ഈസ് ഓക്കെ. അപ്പോൾ അതായത് ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് എക്സ്, അതാണ്. അപ്പോൾ ഈ ബി ഈക്വൽ ടു 70 അത് വെച്ചിട്ട് പറ്റുമോ? ഈ ബിയുടെ വില നമുക്ക് അറിയാമെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ ഈ സിറ്റുവേഷൻ? പറ്റുമോ? ആ, പറ്റില്ലേ? എന്താ 60 പ്ലസ് 70 പ്ലസ് 7x പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഓക്കെ 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സിന്റെ വില കിട്ടും. എക്സിന്റെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിൽ ഹെൽപ്പ് പ്രൂവിങ് ദ ട്രയാങ്കിൾ എ ബി ഒ സിമിലർ ടു ട്രയാങ്കിൾ ഇ ഒ സി. അപ്പോൾ എ ബി ഒയും ഇതും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ചോദിച്ചത്. സോ നമ്മളിവിടെ കണ്ടുപിടിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ നോക്കിയേ, ഈ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദിസ് ആംഗിൾ, സോ ദിസ് ഇസ് 60 ഡിഗ്രി. ഈ ആംഗിളും കൂടെ കിട്ടിയാൽ ഇവിടെയും 2 ആംഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എ സിമിലാരിറ്റി ആപ്ലിക്കബിൾ ആവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും? എത്ര? 130 പ്ലസ് 7x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ഫ്രം ദിസ്, അല്ലേ? എക്സിന്റെ വില കിട്ടും. എക്സിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 ആംഗിൾ ആവും, ഇവിടെയും 2 ആംഗിൾ ആവും. 2 ആംഗിൾ മതി, അല്ലെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിച്ച് നോക്കേണ്ടി വരും ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട്. അല്ലെങ്കിൽ ഈ 3 ആംഗിൾസും നമുക്ക് 2 ആംഗിൾ കിട്ടുക എന്ന് പറഞ്ഞാൽ മൂന്നാമത്തതും കിട്ടിയെന്ന് അർത്ഥം. അപ്പോൾ 3 ആംഗിൾസും ഇവിടെയും 3 ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 ട്രയാംഗിളിലും ഈക്വൽ ആംഗിൾസിനെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആംഗിൾ ബി ഈസ് സഫിഷ്യൻറ്റ് ടു ഗെറ്റ് ദിസ് കണ്ടീഷൻ. ഇനി സി കിട്ടിക്കഴിഞ്ഞാൽ അതും പറ്റുമെന്ന് നോക്കാമല്ലോ. സിയുടെ വാല്യൂ എത്ര തന്നേക്കണേ? സിയുടെ വാല്യൂ എത്ര പറഞ്ഞേക്കണേ? 70 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 70 ഡിഗ്രിയാണ്. ഇത് എത്രയാ? 70 ഡിഗ്രി. അപ്പോൾ ഇത് 70 ഡിഗ്രിയും ഇതും മാത്രം വെച്ച് യെസ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ദിസ് ഇസ് 60 ഡിഗ്രിയാണ്, കാരണം എന്താ വെർട്ടിക്കലി ഓപ്പോസിറ്റ്. സോ ഇത് ഉപയോഗിച്ചിട്ടും ഈ എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉപയോഗിച്ച് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെയും നമുക്ക് 2 ആംഗിൾസും കിട്ടിയെന്ന് അർത്ഥം. ബിക്കോസ് 60 കിട്ടി, പിന്നെ ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബോത്ത് സി ഓർ ബി, ഏതെങ്കിലും ഒരെണ്ണം മതി നമുക്ക്, അല്ലേ? either C or B is necessary to get this. അപ്പോൾ ഇനി നമുക്ക് ആ ഓപ്ഷൻസ് നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് സഫിഷ്യൻറ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 എലോൺ ഈസ് നോട്ട്. നോ സ്റ്റേറ്റ്മെന്റ് 2 മതി. അടുത്ത സ്റ്റേറ്റ്മെന്റ് 2 എലോൺ ഈസ് സഫിഷ്യൻറ്റ്, ബട്ട് നോ, അതും ട്രൂ അല്ല. ഈച്ച് സ്റ്റേറ്റ്മെന്റ് എലോൺ ഈസ് സഫിഷ്യൻറ്റ് ഈസ് കറക്റ്റ്, അല്ലേ? 2 സ്റ്റേറ്റ്മെന്റിൽ ഏതും നമുക്ക് ഉപയോഗിക്കാം. ഇത് മാത്രം മതി നമുക്ക് ഇതിന്റെ സിമിലാരിറ്റി പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് മാത്രം മതി. അപ്പോൾ ഇത് സെക്ഷൻ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്, അല്ലേ? ശരിയല്ലേ? ഇങ്ങനെ മനസ്സിലാക്കി തന്നെ ചെയ്തേ. ഓക്കെ, ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ഇതിൽ? ഉണ്ടോ? ഉണ്ടോടെ? ഉണ്ടോ? പറഞ്ഞോ, ചോദിച്ചോ. എനിക്ക് 1-2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ പിന്നെ ആൻസർ ഷീറ്റ് ഞാൻ ചോദിക്കുന്നില്ല, അത് ഞാൻ വീട് വരുമ്പോൾ വീണ്ടും എഴുതിക്കാം.
പക്ഷേ എനിക്ക് എല്ലാ ഈ ആർട്ട് ഇൻറ്റഗ്രേറ്റഡ് പ്രൊജക്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ PDF ആണെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വരിക, അതല്ല കൈകൊണ്ട് എഴുതിയതാണെങ്കിൽ അത് കൊണ്ടുവരിക. PDF ആണെങ്കിൽ അല്ലാതെ കൊണ്ടുവന്നാലും മതി, ഞാനിവിടെ നിങ്ങൾ പ്രിൻ്റ് എടുപ്പിക്കും. ഇനി മറ്റേ ഒരെണ്ണം ഉണ്ടല്ലോ പവർ പോയിൻ്റ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ മെയിലിലേക്ക് തന്നെ അയച്ചേക്കുക. നമുക്ക് ഇവിടെ വന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ പെൻഡ്രൈവ് ഒന്നും വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങൾ തന്നെ അയക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആർട്ട് ഇൻറ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് കൊണ്ടുവരണം. പിന്നെ പോർട്ട്ഫോളിയോ അപ് ടു ദ ഫസ്റ്റ് ടൈം വരെയുള്ളത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് എത്രയും നിങ്ങൾ ചെയ്യാനുള്ളതാണ്. ഇതെല്ലാം ചെയ്ത് ഇതിനകത്ത് പെൻഡിങ് ഉള്ളവർ അവർ നോക്കിയിട്ട് ആ പെൻഡിങ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം. നിങ്ങളുടെ ആർട്ട് ഇൻറ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു 61 കുട്ടികൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾ ഇതിൽ സബ്മിറ്റ് ചെയ്തിട്ട് വരിക, അതായിരിക്കും അവർക്ക് നല്ലത്. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നാളെ അല്ലേ നിങ്ങളുടെ മീറ്റിംഗ്? എത്ര മണിക്കാണ് മീറ്റിംഗ് പറഞ്ഞേക്കണേ? മറ്റന്നാൾ, സോറി, നാളെ VMC മീറ്റിംഗ്. മറ്റന്നാൾ എത്ര മണിക്കാണ് പറഞ്ഞേക്കണേ? 10 തൊട്ട് 12. 10 തൊട്ട് 12. നിങ്ങൾ ടൈം പറഞ്ഞിട്ടുണ്ടോ? പേരൻസ് ഇല്ലെങ്കിൽ നല്ല അടി കിട്ടും സ്കൂളിൽ വരുമ്പോൾ. ജോലിക്ക് പോകണം സ്കൂളിൽ. മോള് 1 മണിക്കൂർ ഒരു ഓൺലൈൻ മീറ്റിംഗ് അല്ലേ? ഒന്ന് ഏതെങ്കിലും നിന്റെ ടീംസ് ID കൊടുക്കുക. വേറെ ഒരു ഡിവൈസിൽ നിന്നും കയറാമല്ലോ. ഒരു 10-15 മിനിറ്റ് കയറിയിട്ടേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ, ഒരു സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമല്ലോ. മനസ്സിലായില്ലേ? പിന്നെ നമുക്കത് പറയാൻ പറ്റാതെ വരില്ലേ. എല്ലാ പേരൻസും ഉള്ള സമയത്ത് പറയുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ചോദിച്ചു നോക്കൂ പേരൻസിൻ്റെ അടുത്ത് കേട്ടോ നമ്മളെ. പിന്നെ അപ്പം നാളെ ഏതാ എക്സാം? നാളെ ഏത് ടെസ്റ്റ് നടത്തും? നാളെ ക്ലാസ് ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നാളെ അല്ലല്ലോ, മറ്റന്നാൾ ക്ലാസ് ഇല്ല. ഓക്കെ, മറ്റന്നാൾ ക്ലാസ് ഉണ്ടോ? അവിടെ ക്ലാസിന്റെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? 12 മണി വരെ ഉള്ളൂ മീറ്റിംഗ്. അപ്പൊ അതിനു മുമ്പ് അത് കഴിഞ്ഞിട്ടും ക്ലാസ് കാണത്തില്ലേ? അപ്പൊ എന്റെ ക്ലാസ് എത്ര മണിക്കാടെ മറ്റന്നാൾ?